കുളത്തൂപ്പുഴ നാടിന് അഭിമാനമായി ചരിത്ര വിജയം സമ്മാനിച്ച ഗോപികയുടെയും ഗായത്രിയുടെയും വീട്ടിലാണ് V4 ന്യൂസ് ഉള്ളത്. കുളത്തൂപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സയൻസ് വിഭാഗത്തിൽ 1200-ൽ 1200 മാർക്കും കരസ്ഥമാക്കിയ ഗോപിയുടെ വിശേഷങ്ങളിലേക്കാണ് V4 ന്യൂസ് പോകുന്നത്. കുളത്തൂപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് +1 +2 പഠിച്ചിറങ്ങിയത്. 1200 അടിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച അധ്യാപകരും എൻ്റെ പ്രിൻസിപ്പളും എൻ്റെ മാതാപിതാക്കളോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ രാത്രി മാത്രമാണ് ഇന്ന് പഠിക്കാറുള്ളത്. ഒരു 2 മണി വരെയെങ്കിലും ഞാൻ രാത്രി വരെ ഇരിക്കാറുണ്ട്. അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്നന്ന് തന്നെ തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ കുട്ടികൾ എൻ്റെ സുഹൃത്തിൻ്റെ മക്കളാണ്. അവരുടെ വിജയത്തിൽ എനിക്ക് വളരെയധികം ആഹ്ലാദമുണ്ട്. മാത്രമല്ല, നമ്മുടെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചരിത്ര വിജയമാണ് ഇവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇവരെ അവരുടെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ വീട്ടിലെ മാതാപിതാക്കളോടൊപ്പം ആഹ്ലാദം പങ്കിടുകയാണ്. രാത്രി വരെ ഇരുന്ന് പഠിക്കുന്നത് അമ്മയ്ക്ക് ഒരു വിഷമകരമായ കാര്യമാണ്. കാരണം ഉറക്കം ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അമ്മ എപ്പോഴും പറയാറുണ്ട്, പോയി കിടന്നുറങ്ങ് അങ്ങനെ. അപ്പം എന്നാലും എനിക്കൊരു ഇത് കിട്ടത്തില്ല. അല്ലെങ്കിൽ പിറ്റേന്നത്തെ ക്ലാസ്സുകളും ബാക്കിയുള്ള പാഠങ്ങളൊന്നും പിന്നെ അങ്ങോട്ട് മനസ്സിലാക്കാതിരുന്നാൽ അതൊരു പ്രശ്നമായി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 2 മണി വരെയൊക്കെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ +2 പരീക്ഷയിൽ എനിക്ക് 1200-ൽ 3 മാർക്കിന്റെ കുറവിൽ 1197-ഉം ഇവക്ക് 1200-ൽ 1200 മാർക്കും ഉണ്ടായിരുന്നു. എനിക്ക് 3 മാർക്ക് കുറഞ്ഞതിൽ വിഷമമില്ല. പക്ഷെ അവളുടെ ഒപ്പമല്ലെങ്കിലും പിറകെ നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പഠിത്തം അതിന് നന്നായി പോകുന്നു. ഇനി MBBS-ന് പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനാൽ ഞാൻ ഇനി ഒരു വർഷം റിപ്പീറ്റിന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗോപികയും ഗായത്രിയും രണ്ടുപേരും ഒത്തിരുന്ന് പഠിക്കാൻ തുടങ്ങും. ഗോപിക ബുക്കും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇത്ര ഇന്ന് പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് അവൾ കറക്റ്റ് ഇരുന്ന് പഠിക്കും. 2 മണി വരെ ഒക്കെ ഇരുന്ന് പഠിക്കും. 10ാം ക്ലാസ്സിലും അവർക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അതിൽ അവിടെ ടീച്ചർമാരും ഞാൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങോട്ട് ടീച്ചറെ എല്ലാവരെയും വിളിച്ച് കോണ്ടാക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിക്ക് കല്ലൂട്ടാങ്കുഴി സ്കൂളിൽ പഠിക്കാൻ വന്നപ്പോഴും അവരും ടീച്ചറും പേരൻറ്റുമായിട്ട് നല്ല ക്ലോസ് ആയിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് ടീച്ചർമാർ ഇവർക്ക് പരിഗണനയും കൊടുത്ത് എല്ലാ ക്ലാസ്സുകളും അവർ മുമ്പിൽ വരുമായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിൽ ഞാൻ അവരെ ശ്രദ്ധിക്കും, എന്തൊക്കെ പഠിക്കുന്നു, ഒന്നും കുടിശ്ശിടരുത്, എല്ലാം അന്ന് ഇന്ന് തന്നെ പഠിച്ച് തീർക്കണമെന്ന് ഞാൻ എടുത്ത് പറയുമായിരുന്നു. പിന്നെ അടുക്കളയിൽ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യും. ചെടിക്ക് വെള്ളം കോരും, ചട്ടിയിൽ ചെടിയൊക്കെ നട്ടുവെക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അവർക്ക് നോക്കാനായിട്ടൊരു പട്ടിയുണ്ട്, അതിനെ നോക്കും, തീറ്റ കൊടുക്കും, അതൊക്കെ ചെയ്യും. എൻ്റെ ഭർത്താവ് വിദേശത്താണ്. ഞങ്ങൾ 3 മക്കൾ അടങ്ങിയതാണ് ഞങ്ങളുടെ കുടുംബം. വിദേശത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും എന്നെ നിമിഷം വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സഹായങ്ങളും, പിള്ളേരുടെ വിജയത്തിന് എല്ലാ സഹായങ്ങളും എൻ്റെ ഭർത്താവിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അവരുടെ ഈ വിജയത്തിൽ എനിക്കും എൻ്റെ ഭർത്താവിനും അതിയായ സന്തോഷമുണ്ട്. ഈ നാടിന് തന്നെ അഭിമാനമായി ഇത്രയും മാർക്ക് മേടിച്ച് ജയിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷവരാണ്. കുളത്തൂപ്പുഴ നാടിന് അഭിമാനമായി മാറി ചോഴിയക്കോട് രമണി മന്ദിരത്തിൽ സുരേഷ് പിള്ളയുടെയും സുധാകുമാരിയുടെയും മക്കൾക്ക് ആതുര സേവന ശുശ്രൂഷയിലേക്ക് പോകാനാണ്. ഡോക്ടറാവാനുള്ള അവരുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.